ഒരു ഇൻറ്റിജർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. അതായത് നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം തന്നു, LP തന്നു, അതിൻ്റെ നമ്മൾ നോർമലി എന്ത് ചെയ്യും, LPയുടെ എന്ത് കണ്ടുപിടിക്കും, വാല്യൂസ് കണ്ടുപിടിക്കും, അതായത് സൊല്യൂഷൻ കണ്ടുപിടിക്കും. ആ സൊല്യൂഷനിലെ എല്ലാ വാല്യൂസും ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇൻറ്റിജർ പ്രോഗ്രാമിംഗ് ആണ്. ILP ആണ് സോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാല്യൂബിൾസ് എല്ലാം ഇൻറ്റിജർ ആയിട്ട് തന്നെ കിട്ടണം. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇൻറ്റിജർ ആയിട്ടല്ല വെച്ചെങ്കിൽ നമ്മൾ അതിന് ഇൻറ്റിജറിലേക്ക് ആക്കണം. അതിനുള്ള രണ്ട് മെത്തേഡ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ആണ് കട്ടിംഗ് മെത്തേഡും അതുപോലെ തന്നെ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡും. അപ്പോൾ കട്ടിംഗ് മെത്തേഡ്, അപ്പോൾ ആദ്യം നമ്മൾ കട്ടിംഗ് പ്ലെയിൻ മെത്തേഡാണ് നോക്കണത്. അപ്പോൾ കട്ടിംഗ് പ്ലെയിൻ മെത്തേഡിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, നമുക്ക് നോർമലി കിട്ടാറുള്ള പോലെ ഒരു മിനിമൈസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ തരുമെന്ന് വിചാരിക്കാം. മിനിമൈസ് f(x) = cx, നോർമൽ ക്വസ്റ്റ്യൻ തന്നെ. f(x) = cx സബ്ജക്റ്റ് ടു ax = b, x greater than or equal to 0. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി, x is an integer. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ x is an മിക്സഡ് ഇൻറ്റിജർ നോക്കണില്ല, എല്ലാ എക്സും ഇൻറ്റിജർ ആവുന്ന രീതിയിലാണ് നമ്മൾ സോൾവ് ചെയ്ത് വരുന്നത്. അപ്പോൾ x is an integer, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോർമലി എന്ത് ചെയ്യും, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നോർമലി നമ്മൾ കറസ്പോണ്ടിങ് LP പ്രോബ്ലം, ഈ ഒരു കണ്ടീഷൻ ഇല്ല വെച്ചെങ്കിൽ ഇത് എന്തായി, LP ആയി. ഇതും കൂടി ചേർന്നാലാണ് അത് ആരാവുക, ILP ആവുള്ളൂ. അപ്പോൾ LP പ്രോബ്ലത്തിന് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാലോ, സിംപ്ലക്സ് മെത്തേഡ് അറിയാം, അതല്ല രണ്ടെണ്ണം ഗ്രാഫിക്കൽ മെത്തേഡ് അറിയാം, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ LP പ്രോബ്ലത്തിന് നമ്മൾ സോൾവ് ചെയ്യുന്നു, സോൾവ് ദ LPയെ നമ്മൾ സോൾവ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതാന്ന് വിചാരിക്കുക, സൊല്യൂഷൻ ഓഫ് LPB, സൊല്യൂഷൻ എന്ന് പറയുന്നത് x1 x2 etc xm 0 0 etc 0, ഇതാണ് ആ സൊല്യൂഷൻ. അതായത് m ബേസിക് വേരിയബിൾസ്, ബാക്കിയുള്ളതെല്ലാം നോൺ ബേസിക്, അപ്പോൾ ബാക്കിയെല്ലാം 0 ആണ്. ഇതാണ് ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. നമുക്ക് ആരുടെ, ഈ LPയുടെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഇതാണെന്ന് വിചാരിക്കാം. സോ ഇങ്ങനെയാണ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എങ്കിൽ ഇതിൻ്റെ കാനോണിക്കൽ ഫോം എഴുതാൻ നമ്മൾ ചാപ്റ്റർ 3 പഠിച്ചിട്ടുണ്ട്. അതായത് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കാനോണിക്കൽ ഫോം എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് വരുന്നത്, x1 + a1 a1m + 1 xm + 1 + etc plus a1n xn = b1 dash, താഴത്തേക്ക് പോയിട്ട് etc xm plus am m plus 1 xm plus 1 plus etc am n xn = bn dash, സോറി bm dash. ഇത് x1 x2 etc xm എന്ന് പറയുന്ന സൊല്യൂഷൻസ്. ഇനി xm + 1 തൊട്ട് xn വരെയുള്ളത് ബാക്കി ബേസിക് നോൺ ബേസിക് വേരിയബിൾസ്. അപ്പോൾ ഇതെന്താ, ഇതെല്ലാം 0 ആണ്. അപ്പോൾ ഇത് മൊത്തം ശരിക്കും 0 ആയിട്ട് പോകും. അപ്പോൾ ഈ x1 നമുക്ക് ലാസ്റ്റ് എന്താ ശരിക്കും കിട്ടുക, ഇത് സൊല്യൂഷൻ ഫീസിബിൾ സൊല്യൂഷൻ ആയതുകൊണ്ട് ഈ xm + 1 x1 x2 etc xm വരെ നമുക്ക് വാല്യൂസ് ഉള്ളൂ, ബാക്കി അവിടെ നിന്ന് അങ്ങോട്ടെല്ലാം 0 ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് നോക്കിയേ, ഫസ്റ്റ് ഇക്വേഷനിലേക്ക് വരുമ്പോൾ x1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നെയായിട്ട് കിട്ടും, b1 dash തന്നെയായിട്ട് കിട്ടും. അങ്ങനെ etc xm എന്ന് പറയുന്നത് bm dash കിട്ടും. അപ്പോൾ x1 x2 etc xm എന്ന് പറയുന്ന വാരിയബിൾസിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ എല്ലാ bi ഡാഷുകളും ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്തായി, ILPയുടെ സൊല്യൂഷനായി, ഇൻറ്റിജർ സൊല്യൂഷനായി. കാരണം എല്ലാത്തിനും ഇൻറ്റിജേഴ്സ് ആണ് സൊല്യൂഷനായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കിനി കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നോർമലി നമുക്ക് ചെയ്യുന്ന പ്രോബ്ലത്തിൽ ഒരിക്കലും എന്താവില്ല, എല്ലാതും ഇൻറ്റിജേഴ്സ് ആവില്ല. അപ്പോൾ ഇൻറ്റിജർ അല്ലാത്ത ഒരു ആള് ഇപ്പോൾ bi0 ആണെന്ന് വിചാരിക്കുക, bi dash b1 b2 etc bm ഡാഷിലെ എല്ലാം ഇൻറ്റിജർ ആണെങ്കിൽ അവിടെ വെച്ച് പ്രോബ്ലം തീർന്നു, നമുക്കതെടുത്ത് എഴുതിയാൽ മതി. അതല്ല ഇൻറ്റിജർ അല്ലാത്ത ഒരാളുണ്ട്, bi dash എന്ന് പറയുന്നത് ഒരു നോൺ ഇൻറ്റിജർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് എന്തെഴുതാം, bi ഡാഷിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും,
ബി ഐ ഡാഷ് ഇൻഡിജർ അല്ലാത്തത് കൊണ്ട് ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ബി ഐ ഡാഷ് പ്ലസ് ബീറ്റ ഐ എന്നുവെച്ചാൽ എന്താ, ഇതൊരു ഇൻഡിജർ അല്ല, ഇത് അതിന്റെ ഇൻഡിജർ പാർട്ട്, ഇത് ബാക്കിയുള്ള പാർട്ട്, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അതേപോലെ ഇപ്പോൾ ഒരെണ്ണം നമ്മൾ എടുത്തു വെച്ചെങ്കിൽ എല്ലാത്തിനെയും ഏതൊക്കെ ഇൻഡിജർ അല്ലാത്തെങ്കിൽ അതിനെല്ലാത്തിനും എഴുതാൻ പറ്റും. ഇനി അതേപോലെ ആ ബി ഐ ഡാഷ് ഉള്ള ആ ലൈനിൽ ആരുണ്ടാവും, എ ഐ ജെ ഉണ്ടാവും. അതായത് ഇവിടുത്തെ എ ഐ ജെ, ഇവിടുത്തെ ഇത് കേട്ടോ എ ഐ ജെ, ഈ ഒരു വേരിയബിൾ ഉണ്ടാവും. അതും എന്താവണം എന്നില്ല, ഇൻഡിജർ ആവണം എന്നില്ല. അതിനെയും എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും, എ ഐ ജെ ഡാഷ്, ഇവിടെയൊക്കെ ഡാഷ് ഉണ്ട് കേട്ടോ, ഇവിടെ ഡാഷ്, ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ എ ഐ ജെ ഡാഷ് പ്ലസ് ആൽഫ ഐ ജെ, വേർ ആൽഫ ഐ ജെയുടെ വാല്യൂ 0 ലെസ് ദാൻ ആൽഫ ഐ ജെ ലെസ് ദാൻ 1. ഇവിടെ അതെ 0 ലെസ് ദാൻ ബീറ്റ ഐ ലെസ് ദാൻ 1 ആണ്. കാരണം എന്താ, ഇത് അതിന്റെ ഇൻഡിജർ പാർട്ടും ഇത് ബാക്കിയുള്ള പാർട്ടാണ്. അപ്പൊ ഇതെന്തായാലും 0ന്റെയും 1ന്റെയും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കുമല്ലോ. ഇങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. ഇനി നമ്മളിതിൽ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാം. നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളത് മാത്രം പറഞ്ഞാൽ പോരെ. സോറി, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറയണേ. നമുക്ക് ആവശ്യമില്ലാത്ത മീൻസ് ആവശ്യമില്ല എന്നല്ല, അത് നിങ്ങൾക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ടെക്സ്റ്റ് ഉള്ളവർക്ക് ടെക്സ്റ്റ് ഉണ്ടാവുമല്ലോ നിങ്ങളുടെ അല്ലേ, അത് നോക്കിയിട്ട് മീൻസ് നമുക്കിപ്പോൾ ആവശ്യമുള്ള പ്രോബ്ലം ചെയ്യാൻ അത്യാവശ്യമില്ല, ബാക്കിയൊക്കെ വായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് എഴുതുന്നതേ ഉള്ളൂ. വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസിഡർ ദ കൺസിഡർ അറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ലാസ്റ്റ് ഇക്വേഷൻ അല്ല, ഇനീക്വാളിറ്റി ആണ് കേട്ടോ, സോറി ഇക്വേഷൻ അല്ല, ഇങ്ങനൊരു ഇനീക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തും. മൈനസ് സമ്മേഷൻ ജെ ഈക്വൽ ടു എം പ്ലസ് 1 ടു എൻ ആൽഫ ഐ ജെ ഇൻറ്റു എക്സ് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ഐയിലേക്ക്. എങ്ങനെ, നമ്മുടെ ഒറിജിനൽ ഇക്വേഷനിലേക്ക് എന്ത്, ബീറ്റ ഐ ഡാഷിന് പകരം ഇത് കൊടുക്കുക, എ ഐ ജെ ഡാഷിന് പകരം ഇത് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമ്മൾ എന്തിലേക്ക് എത്തും, ഇങ്ങനൊരു ഇനീക്വാളിറ്റിയിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഒരു ഇക്വേഷൻ എ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു. ഇങ്ങനൊരു ഇനീക്വാളിറ്റിയിലേക്ക് എത്തും. ഈ ഇനീക്വാളിറ്റി ആണ് നമ്മൾ ഒറിജിനലി നമുക്ക് തന്നിട്ടുള്ള കൺസ്ട്രെയിൻസ് ഉണ്ടാവില്ലേ നമ്മുടെ, ഇപ്പതേ ഒറിജിനൽ ക്വസ്റ്റ്യൻ ഇവിടെ എന്തായിരുന്നു, ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തിൽ തന്നിട്ടുള്ള x is equal to b എന്ന് പറയുന്ന കൺസ്ട്രെയിൻസ് ഇല്ലേ, ആ കൺസ്ട്രെയിൻസിന്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഇപ്പൊ നമ്മൾ എഴുതി വെച്ച ഇനീക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നതല്ലേ, ഈ ഇനീക്വാളിറ്റിയും എന്തായിട്ട് ആഡ് ചെയ്യുന്നു, ഒരു കൺസ്ട്രെയിൻ ആയിട്ട് ആഡ് ചെയ്യുന്നു. അതായത് മൈനസ് സമ്മേഷൻ ജെ ഈക്വൽ ടു എം പ്ലസ് 1 എൻ ആൽഫ ഐ ജെ എക്സ് ജെ is less than or equal to minus beta i. ബീറ്റ ഐ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, ആ തന്ന സൊല്യൂഷനിൽ ഇൻഡിജർ അല്ലാത്ത പാർട്ടാണ് ബീറ്റ ഐ. ഈ ആൽഫ ഐ ജെ അതിന്റെ കറസ്പോണ്ടിങ് കൺസ്ട്രെയിന്റ് എന്താണോ അവിടത്തെയും ഇൻഡിജർ അല്ലാത്ത പാർട്ടാണ് എക്സ്, ഇത് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഈ ഒരു കൺസ്ട്രെയിനും കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഈ കൺസ്ട്രെയിൻ ആഡ് ചെയ്യുമ്പോൾ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതിന് ഓട്ടോമാറ്റിക്കലി ഒരു സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യണം, എന്നിട്ട് അത് ഈക്വാളിറ്റി ആക്കണം. പ്രോബ്ലത്തിൽ എങ്ങനെയാണ് വെച്ചാൽ, അപ്പോൾ ഈ ഒരു കൺസ്ട്രെയിൻ നമ്മൾ ഒറിജിനൽ ക്വസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടി കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും സൊല്യൂഷൻ കാണുന്നു. അപ്പം ചിലപ്പോൾ നമുക്ക് എല്ലാ ഇക്വാളിറ്റീസും എല്ലാ ബേസിക് വേരിയബിൾസും ഇൻഡിജർ ആയിട്ട് കിട്ടും. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ അതിലെ ഒരു നോൺ ഇൻഡിജർ ആയിട്ടുള്ള ബേസിക് വേരിയബിൾ എടുക്കുക. ഇപ്പം ചെയ്ത അതേ കാര്യങ്ങൾ വീണ്ടും, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ലാസ്റ്റത്തെ ഈ കാര്യം മാത്രമേ പ്രോബ്ലത്തിലേക്ക് ആവശ്യമുള്ളൂ. ഒരു ബേസിക് വേരിയബിൾ എടുക്കുക, ഇൻഡിജർ അല്ലാത്ത ബേസിക് വേരിയബിൾ എടുക്കുക, അതിൽ ഈ ഇക്വേഷൻ കൊടുക്കുക, അതിൽ നിന്ന് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക, അത് കൺസ്ട്രെയിൻ ആയിട്ട് വീണ്ടും പുതിയൊരു കൺസ്ട്രെയിൻ ആയിട്ട് ക്വസ്റ്റിൻ്റെ കൂടെ ചേർക്കുക, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അതിനെ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഡിജർ ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെയാണ് പോയി എവിടെ വെച്ചിട്ടാണോ എല്ലാ വേരിയബിൾസ് ഇൻഡിജേഴ്സ് ആയിട്ട് ആൻസർ കിട്ടുന്നത് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു എക്സാമ്പിളിലൂടെ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് ഒരു തിയറി പോലെ പറഞ്ഞു തന്നതല്ലേ ഉള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ കണ്ടാലല്ലേ ഇതിപ്പോൾ എങ്ങനെ ഇതിലേക്ക് എത്തിക്കും എന്ന് അറിയാൻ പറ്റുള്ളൂ. സോ ഞാൻ
ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എന്ത് കൊടുക്കുന്നു? ക്വസ്റ്റ്യൻ മിനിമൈസ് f is equal to minus 3x1 minus 4x2 subject to 2x1 plus 4x2 less than or equal to 13 minus 2x1 plus x2 less than or equal to 2, 2x1 plus 2x2 greater than or equal to 1, uh, 6x1 minus 4x2 less than or equal to 15, x1 x2 greater than or equal to 0, last constraint x1 x2 integers. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കൺസ്ട്രെയിൻറ്റ്. സോ ഇത് വന്നതോടുകൂടി ഇത് എന്തായി മാറി? ഒരു ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിട്ട് മാറി. ഞാൻ ഇവിടെ എഴുതേണ്ടി വരുന്ന സ്ഥലങ്ങളെ ഉണ്ടാക്കിയിട്ട് ഇവിടെ എഴുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റിജർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം കിട്ടി. ഇനി നമുക്ക് ഇതിനൊക്കെ എന്ത് ചെയ്യണം? ആദ്യം സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഏതൊക്കെയാ? x3 x4, ഇതിപ്പോൾ x1 x2 മാത്രമേ ഉള്ളൂ. x3 x4 x5 x6 ഇങ്ങനെ 4 സ്ലാക്ക് വേരിയബിൾസും x7 എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിളും ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. അപ്പോൾ എന്ത് വരും? 2x1 plus 4x2 plus x3 is equal to 13 minus 2x1 plus x2 plus x4 is equal to 2, 6x1 plus plus അല്ല മൈനസ് ആണല്ലോ, സോറി, 6x1 minus 4x2 plus x5 is equal to 15. 1 അല്ലേ? ഇതാണ് എടുത്തത്. ഓക്കെ, സ്ലാക്ക് ആഡ് ചെയ്യണത് 3 ഒരുമിച്ച് എഴുതി. പിന്നെ 2x1 പ്ലസ് 2x2 മൈനസ് x6, പിന്നെ അതിൻ്റെ കൂടെ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ x7 is equal to 1. ഇത്രയാണ് നമ്മുടെ കൺസ്ട്രെയിൻസ് ആയിട്ട് മാറിയത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായി? മിനിമൈസ് f is equal to minus 3x1 minus 4x2, അത് തന്നെ. ഇനി ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ x7 എടുത്തത് കൊണ്ട് എന്തും കൊടുക്കണം? മിനിമൈസ് w is equal to x7. രണ്ട് ഫേസ് ആയിട്ട്, ഇത് ഫേസ് 2, ഇത് ഫേസ് 1. ഫേസ് 2, ഇത് ഫേസ് 1. ഓപ്പൺ ചെയ്ത് പോവാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് സിംപ്ലക്സ് മെത്തേഡ് വെച്ച് നമ്മൾ ആദ്യം ഇതിൻ്റെ ടേബിൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിംപ്ലക്സ് ടേബിൾ ആണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ആ പ്രോബ്ലം എഴുതി വെച്ചിട്ടുണ്ടല്ലോ തൊട്ട് മേലെ. ഇങ്ങനെ പ്രോബ്ലം എഴുതി വെച്ചിട്ടുണ്ട്, രണ്ട് ഫേസ് ആക്കിയിട്ടുണ്ട്, ഈക്വേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിന് സാധാരണ എന്താ ചെയ്യാറ്? സിംപ്ലക്സ് ടേബിൾ വരയ്ക്കുകയാണ് ചെയ്യാറ്. സിംപ്ലക്സ് ടേബിൾ വരയ്ക്കുന്നു. നോർമലി സിംപ്ലക്സ് മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് അത് മുഴുവൻ ഇതിൽ പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. സിംപ്ലക്സ് മെത്തേഡ് വെച്ച് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ സിംപ്ലക്സ് ടേബിൾ വരയ്ക്കുന്നു. രണ്ട് ഫംഗ്ഷൻ എഫും ഡബ്ല്യൂയും മൈനസ് ഡബ്ല്യൂ, അങ്ങനെ രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. രണ്ട് ഫേസ് ഉണ്ട്, എഫും മൈനസ് ഡബ്ല്യൂ, രണ്ടും സോൾവ് ചെയ്യണം. അങ്ങനെ സോൾവ് ചെയ്ത് അവസാനം ഈ ഫസ്റ്റത്തെ ഫേസിൽ ഇത് ഇങ്ങനെ വന്നു, സെക്കൻഡ് സ്റ്റെപ്പിൽ ഇത് ഇങ്ങനെ വന്നു. സിംപ്ലക്സ് ആയതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്ത, നോർമൽ സിംപ്ലക്സ് നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക അതുപോലെ സോൾവ് ചെയ്താൽ മതി. അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഇവിടെ വരെ വന്നു. ഇവിടെ എന്തായി? ഡബ്ല്യൂ ഇവിടെ സോൾവ് ആയി കഴിഞ്ഞു. അപ്പോൾ ഡബ്ല്യൂവിൻ്റെ സൊല്യൂഷൻ കിട്ടി. അപ്പോൾ ഈ സ്റ്റേജിൽ, രണ്ടാമത്തെ സ്റ്റേജിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ഫേസ് 1 അവസാനിക്കുന്നു. ഫേസ് 1, അതായത് w ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് എൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി
നമ്മൾ വീണ്ടും എഫിനെ ഇപ്പൊ ഡബ്ല്യു കഴിഞ്ഞു, ഇനി അവിടെ തൊട്ടിട്ട് എന്ത് ചെയ്താൽ മതി, എഫിന്റെ സൊല്യൂഷൻസ് നോക്കിയാൽ മതി. എന്താ അതെ, വീണ്ടും എഫിന് അടുത്ത സിംപ്ലക്സ് ടേബിൾ വരയ്ക്കുന്നു, ശരിയായിട്ടില്ല, എന്താ പറയുക സൊല്യൂഷൻ ആയിട്ടില്ല, അടുത്ത സിംപ്ലക്സ് ടേബിൾ വരയ്ക്കുന്നു. ഇവിടെ എന്തായി, സൊല്യൂഷൻ കിട്ടി, എഫിന്റെ സൊല്യൂഷൻ കിട്ടി. അപ്പൊ നാലാമത്തെ സ്റ്റേജിൽ വെച്ചിട്ട് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് എന്ത് കിട്ടിയിട്ടുണ്ട്, ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് എൽ പി, ILP അല്ല LP. ഇനി നോക്കാം കിട്ടിയ വാല്യൂസ് നോക്കിയേ, x2ന് 3/2, x4ന് 15/2, x6ന് 9, x1ന് 7/2. അപ്പൊ ഇത് എല്ലാം ഇൻഡിജർ ആണെങ്കിൽ മാത്രമേ അത് ഇൻഡിജർ ILPയുടെ സൊല്യൂഷൻ ആവുള്ളൂ. ഇതെല്ലാം ഇൻഡിജർ അല്ല, അപ്പൊ നമുക്ക് കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ് യൂസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻഡിജർ അല്ലാത്ത ഒരെണ്ണം, ഓക്കെ, അപ്പൊ നമ്മൾ x1 x2 x3 അപ്പൊ ആദ്യത്തെ എടുത്തു 7/2, ഏതെങ്കിലും ഒരെണ്ണം കട്ടിംഗ് പ്ലെയിൻ ആയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഈ ഇക്വേഷൻ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, കട്ടിംഗ് പ്ലെയിൻ ആയിട്ട് എടുക്കുന്നത്. ഇൻഡിജർ അല്ലാത്ത മൂന്നെണ്ണം ഉണ്ട്, അതിൽ ഒരെണ്ണം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ x1 അല്ലേ ആദ്യം എടുക്കുന്ന ആള്, അപ്പൊ അതുകൊണ്ട് നമ്മൾ x1ന് എടുത്തു. അപ്പോൾ x1 ആണ് നമ്മുടെ ഇൻഡിജർ അല്ലാത്ത. അപ്പോൾ ആ x1നെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം നോക്കുക. തൊട്ട് മേലെ നമ്മൾ ഒരു ജനറൽ ഫോമിൽ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം നോക്കുക കേട്ടോ. ഇങ്ങനെ ഇപ്പൊ x1 ഒരു സൊല്യൂഷൻ ആണ്, x1 പ്ലസ് ബാക്കിയുള്ള ടേംസ് ഈക്വൽ ടു b1. ഈ ഒരു ടേമിലേക്ക്, ഈ ഒരു ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, x1നെ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പൊ x1 എടുക്കുക, ഇവിടെ അല്ലേ എടുക്കണേ, x1 എടുത്തു, x1 പ്ലസ് ഈ ലൈനിൽ പിന്നെ ആരാണുള്ളത്, ഇത് എടുക്കണ്ട, ഇത് x1 തന്നെയാണ് അല്ലെ മുകളിൽ. അപ്പൊ നോൺ ബേസിക് വേരിയബിൾസ് മാത്രം എടുത്താൽ മതി. അതായത് x3, x1 x2 എടുക്കണ്ട, x2 ബേസിക് ആണ്, പിന്നെ ഉള്ളത് ആരാ, x3. അപ്പൊ x1 പ്ലസ് 2/16 x3 പ്ലസ് അടുത്തത് x4 ആണ്, പക്ഷെ x4 ബേസിക് വേരിയബിൾ ആയിട്ട് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് അത് എടുക്കണ്ട. അടുത്ത ആള് x5ന് കറസ്പോണ്ടിങ് 2/16 തന്നെയാണ്. 2/16 x5 is equal to അവിടുത്തെ x1ന്റെ സൊല്യൂഷൻ 7/2. ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഏതാണോ നോൺ ഇൻഡിജർ ആയിട്ട് കിടക്കണേ, അപ്പോൾ ഒരെണ്ണമായിട്ട് ചൂസ് ചെയ്തു, x1 ഞാൻ ചൂസ് ചെയ്തു. ആ x1ന് കറസ്പോണ്ടിങ്ങിലുള്ള ഈ വാല്യൂസ് വെച്ചിട്ട് ഇക്വേഷൻ എഴുതാം. എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, ബേസിക് വേരിയബിൾസ് മാത്രമേ എഴുതാൻ പാടുള്ളൂ, നോൺ ബേസിക് അല്ല, ബേസിക് വേരിയബിൾസ് എഴുതരുത്, നോൺ ബേസിക് വേരിയബിൾസ് വേണം എഴുതാൻ. ഈക്വൽ ടു പണ്ട് നമുക്ക് x1 ഇവിടെ കിട്ടിയ വാല്യൂ എഴുതി. ഇനി ഈ വാല്യൂവിനെ ഇതിന് മൂന്നിനെയും നമ്മൾ ഇൻഡിജറും അതിന്റെ ബാക്കി പാർട്ടുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ x1 പ്ലസ് 2/16 എന്ന് പറഞ്ഞാൽ 1/8 അല്ലേ, 1/8ന്റെ ഇൻഡിജർ പാർട്ട് 0 ആണ്, 0 പ്ലസ് 1/8 ആണ് x3. ഇവിടെയും 0 പ്ലസ് 1/8 x5 is equal to 7/2 എന്ന് പറഞ്ഞാൽ 3.5 ആണ്. അപ്പോൾ 3 പ്ലസ് 1/2 ആണിത്. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ എല്ലാത്തിനെയും ഇൻഡിജർ അല്ലാത്ത എല്ലാ ആൾക്കാരെയും ഞാൻ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇൻഡിജർ അല്ലാത്ത ആൾക്കാരെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡിജർ അല്ലാത്ത പാർട്ടില്ലേ, ഇതിന്റെയും അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആരെയാണ് എഴുതേണ്ടത്, അടുത്ത കൺസ്ട്രെയിൻ ഉണ്ടാക്കേണ്ടത്. മൈനസ് എന്താണ് ഇവിടെ കിടക്കുന്നത്, അതിന്റെ നെഗറ്റീവ് എടുക്കുക കേട്ടോ, -1/8 x3, ഇപ്പുറത്തും -1/8 x5 പ്ലസ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്നാണ്, -1/2 എന്നാണ് വരേണ്ടത്. അങ്ങനെ തന്നെ ആദ്യം എഴുതാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/2. അതായത് ഈ മൂന്നെണ്ണത്തിന്റെയും ഇൻഡിജർ അല്ലാതെ കിടക്കുന്ന ബാക്കി കിടക്കുന്ന എക്സ്ട്രാ പാർട്ടില്ലേ, അത് മൂന്നുമാണ് എടുത്തത്. ഇനി എല്ലാത്തിലും ഒരു മൈനസ് കൊടുക്കും വേണം കേട്ടോ. ഇനി ഇതൊരു കൺസ്ട്രെയിൻ ആയിട്ട് നമ്മൾ മുകളിലത്തേൽ ആഡ് ചെയ്യുമ്പോൾ ഇതിന് കറസ്പോണ്ടിംഗ്ലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് സ്ലാക്ക് വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. -1/8 x3 -1/8 x5 പ്ലസ് x7 വരെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്കിനി x8 ആഡ് ചെയ്യാം, is equal to -1/2. ഇതൊരു പുതിയ കൺസ്ട്രെയിൻ ആയിട്ട് നമ്മൾ അടുത്ത സിംപ്ലക്സ് ടേബിൾ തൊട്ടിട്ട് ഈ ഒരു പുതിയ കൺസ്ട്രെയിനും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത സിംപ്ലക്സ് ടേബിൾ വരയ്ക്കാൻ പോവാണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട കൺസ്ട്രെയിൻ. ബാക്കി എല്ലാ കൺസ്ട്രെയിനും ഉണ്ട് കേട്ടോ,
അതിൻ്റെ കൂടെ നമ്മൾ ഒരു കൺസ്ട്രെയിനും കൂടി വരയ്ക്കുന്നു. ഓക്കെ, അപ്പം ഇത് അഞ്ചാമത്തെ ഫേസ്. x2 x4 x6 x1 അത് നാലും ഓൾറെഡി ഉള്ളതാണ്. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത സ്ലാക്ക് വേരിയബിളും കൂടി ഇതിൻ്റെ കൂടെ ബേസിക് വേരിയബിൾ ആയിട്ട് ആഡ് ചെയ്യാം. ബാക്കി വാല്യൂസ് ഒക്കെ അതുപോലെ തന്നെ 3/2 15/2 9 7/2. ഇനി x8ന് നമുക്ക് എന്താ കിട്ടുക? -1/2 ആണ് കിട്ടുക. -1/2 ആണ് ഇവിടെ വരാം. ഇനി ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നോക്കി ഞങ്ങൾ എഴുതി 1 ഈ ലാസ്റ്റത്തെ ഇക്വേഷന് മാത്രമേ ചേഞ്ച് വരുള്ളൂ. 1 ഇവിടെ 1 പിന്നെ 3/16 1/16 10/16 2/16 പിന്നെ ഇവിടെ 1 -1/16 5/16 2/16 2/16 1. ഇനി ഇതിൻ്റെ കൂടെ മുകളിൽ ഇത്ര നേരം ഇവിടെ x7 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ആരും കൂടി വരും? x8 കൂടി വരും. അപ്പോൾ ലാസ്റ്റ് ഒരു ടേം കൂടി വരണം. ഇനി നോക്കുക, ഇനി x8ൻ്റെ കോഎഫിഷ്യൻസ് എഴുതാം. x1 ഇല്ല, x2 ഇല്ല, x3 ഉണ്ട് അല്ലേ? x3 എന്താ? x1 ഇത് x2 ഇത് x3 ഏതാ ഇത്? 2/16 താഴെ. x2 ഏതാ? -1/8 ആണ്. 2/16 ഇവിടെ എല്ലാം ഡിനോമിനേറ്റർ 16 ആയതുകൊണ്ട് ഞാൻ ആ ഫോമിൽ തന്നെ എഴുതി. അപ്പോഴല്ലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പം. ഇനി x4 ഇല്ല, x5ഓ അവിടെയും -2/16 തന്നെ. ഇനി x8ന് x5 x6 ഇല്ല, x7 ഇല്ല, x8നാണ് ഇവിടെ ആരുള്ളത്? 1 ഉള്ളത്. ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ടേബിൾ മുകളിലേക്ക് വൃത്തിയായിട്ട് വരയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നത്തെ ടേബിൾ അതേപോലെ എഴുതിയെടുക്കുക. ലാസ്റ്റ് x8ൻ്റെ വാരിയബിൾസും കൂടി എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ ലാസ്റ്റ് ഈ കൺസ്ട്രെയിനും കൂടി നമ്മൾ സിംപ്ലക്സ് ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു സിംപ്ലക്സ് ടേബിൾ കിട്ടി. ഓക്കെ, -f 33/2 ഇവിടെ 9/8 ഇവിടെ 1/8. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കട്ടിംഗ് പ്ലെയിൻ. ഈ ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്തില്ലേ, അതാണ് നമ്മുടെ ഫസ്റ്റ് കട്ടിംഗ് പ്ലെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഇനി അപ്പോൾ നമുക്കിത് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഈ സിംപ്ലക്സ് ടേബിൾ നോക്കാം. ഈ സിംപ്ലക്സ് ടേബിളിനെ വീണ്ടും എന്ത് ചെയ്യാം? എന്ത് യൂസ് ചെയ്ത്? ഡ്യുവൽ സിംപ്ലക്സ് അൽഗോരിതം യൂസ് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ യൂസ് ചെയ്യേണ്ടത്? ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് കട്ടിംഗ് പ്ലെയിൻ ആഡ് ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ഡ്യുവൽ സിംപ്ലക്സ് അൽഗോരിതം. ഡ്യുവൽ സിംപ്ലക്സ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഞാൻ എഴുതണില്ല കേട്ടോ. ഇനിയും ഇത് എഴുതാൻ നിന്നാൽ കുറേ കഴിയും. നമുക്ക് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് കട്ടിംഗ് പ്ലെയിൻ കണ്ടുപിടിച്ചില്ലേ? ഇനി ഡ്യുവൽ സിംപ്ലക്സ് അൽഗോരിതം പ്രകാരം നമ്മൾ അടുത്ത ടേബിൾ കിട്ടും. അടുത്ത ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ടേബിളിലെ വാല്യൂസ് എല്ലാം ഇൻഡിജേഴ്സ് ആണോ നോക്കുക. ഇൻഡിജർ അല്ലാത്ത ആളുണ്ടെങ്കിൽ അതിലത്തെ ആദ്യത്തെ ആളെ എടുക്കുക. x2നാണ് ഇൻഡിജർ അല്ലാത്തത് വരിക. അപ്പോൾ x2നെ നമ്മൾ ഇപ്പോൾ x1നെ കട്ടിംഗ് പ്ലെയിൻ ആയിട്ട് എടുത്ത പോലെ x2നെ കട്ടിംഗ് പ്ലെയിൻ ആയിട്ട് എടുക്കുക. ഇക്വേഷൻ എഴുതുക, പുതിയൊരു വാരിയബിൾ ആഡ് ചെയ്യാം, എന്നിട്ട് ആ കൺസ്ട്രെയിനും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അടുത്ത സിംപ്ലക്സ് ടേബിൾ എഴുതാം. വീണ്ടും ഡ്യുവൽ സിംപ്ലക്സ് അൽഗോരിതം യൂസ് ചെയ്യാം. എന്ത് ചെയ്യുക? വീണ്ടും ഡ്യുവൽ സിംപ്ലക്സ് അൽഗോരിതം യൂസ് ചെയ്യുന്നു, മാറ്റുന്നു. അങ്ങനെ ഇതിപ്പോൾ 5ാമത്തെ സ്റ്റേജ് അല്ലേ, 10ാമത്തെ സ്റ്റേജിലാണ്. അപ്പോൾ നമുക്ക് 3 കട്ടിംഗ് പ്ലെയിൻസ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ 1ാമത്തെ കട്ടിംഗ് പ്ലെയിൻ കിട്ടിയില്ലേ, അടുത്ത സ്റ്റേജിൽ വീണ്ടും എന്ത് കിട്ടും? ഇൻഡിജേഴ്സ് അല്ലാത്ത ആൻസർ കിട്ടും. അവിടെയും നമ്മളൊരു കട്ടിംഗ് പ്ലെയിൻ കൊടുക്കുക. അവിടെയും കട്ടിംഗ് പ്ലെയിൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു ടേബിൾ കിട്ടും. ആ കട്ടിംഗ് പ്ലെയിൻ യൂസ് ചെയ്തിട്ടുള്ള ആ കട്ടിംഗ് പ്ലെയിനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 8ാമത്തെ ടേബിൾ കിട്ടും. അത് കഴിഞ്ഞ് 8ാമത്തെ ടേബിൾ അല്ല, 6ാമത്തെ ടേബിൾ കിട്ടും. ആ കട്ടിംഗ് പ്ലെയിനും കൂടി, സെക്കൻഡ് കട്ടിംഗ് പ്ലെയിനും കൂടി കൊടുത്തിട്ടുള്ളത്. ആ 6ാമത്തെ ടേബിളിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ല 7ാമത്തെ, ആ 7ാമത്തെ ടേബിളിൽ നിന്ന് വീണ്ടും ഡ്യുവൽ സിംപ്ലക്സ് കൊടുക്കുക. അപ്പം നമുക്ക് വേറൊരു പുതിയ ടേബിൾ കിട്ടും. അതിൽ ഏതെങ്കിലും ഇൻഡിജർ അല്ലാത്തതുണ്ടെങ്കിൽ അതിൽ തുറന്നെടുക്കുക, അത് കട്ടിംഗ് പ്ലെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ട് വേറൊരു ടേബിൾ എടുക്കാം. അങ്ങനെ 10ാമത്തെ സ്റ്റേജിലാണ് ഒരു 3 കട്ടിംഗ് പ്ലെയിൻസ് കിട്ടിയിട്ടാണ്
നമ്മൾ ലാസ്റ്റ് 10ാമത്തെ സ്റ്റേജിൽ ഇതിലെ എല്ലാ ബേസിക് വേരിയബിൾസിനും എന്ത് വാല്യൂസ് ഇൻഡിജർ ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടുന്നിടത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം പ്രോബ്ലം അവസാനിപ്പിക്കും. ഇതിപ്പോൾ 10 സ്റ്റേജ് ഇങ്ങനെ വീഡിയോയിൽ എഴുതുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത് കേട്ടോ. ഇതുവരെ മെത്തേഡ് മനസ്സിലായല്ലോ. കട്ടിംഗ് പ്ലെയിൻ ഇതാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ ആയിട്ട് ഫസ്റ്റ് കട്ടിംഗ് പ്ലെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ലൈനാണ് കൊടുത്തിരിക്കുന്നത്, ഈ ഒരു കൺസ്ട്രെയിൻ. ഇനി ഇതിൽ വീണ്ടും ഡ്യുവൽ സിംപ്ലക്സ് അൽഗോരിതം കൊടുക്കുമ്പോൾ അതിൽ പുതിയ ടേബിൾ കിട്ടില്ലേ, ആ ടേബിളിലുള്ളത് എല്ലാതും ഇൻഡിജർ ആണ് സൊല്യൂഷൻ എങ്കിൽ അവിടെ വെച്ച് നിർത്താം. അല്ല സൊല്യൂഷൻ അല്ലെങ്കിൽ അതിൽ ഇൻഡിജർ അല്ലാത്ത ഒരു ലൈൻ എടുക്കുക. നമ്മളിപ്പോൾ x1 നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെ ആ ലൈനിൽ ചെയ്യാം. പുതിയൊരു കൺസ്ട്രെയിൻ കിട്ടും. ആ കൺസ്ട്രെയിനും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു പുതിയ ടേബിൾ കിട്ടും. ആ പുതിയ ടേബിളിൽ ലാസ്റ്റ് ആ ലൈൻ ആയിരിക്കും സെക്കൻഡ് കട്ടിംഗ് പ്ലെയിൻ ആയിട്ട് വരിക. ആ സെക്കൻഡ് കട്ടിംഗ് പ്ലെയിൻ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഡ്യുവൽ സിംപ്ലക്സ് അൽഗോരിതം കൊടുക്കുക, പുതിയൊരു ടേബിൾ കിട്ടും. അതിലത്തെ എല്ലാതും ഇൻഡിജർ ആണെങ്കിൽ അവിടെ വെച്ച് നിർത്തുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. ടെക്സ്റ്റ് ഉള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കിയാൽ ആൻസർ കിട്ടും. കറക്റ്റ് ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. അതിപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നില്ല കറക്റ്റ് ആൻസർ എന്താണെന്നുള്ളത്. കുറേ ബേസിക് വേരിയബിൾസ് കിട്ടും, അതിലെല്ലാത്തിനും ഇൻഡിജർ അല്ലാത്ത സൊല്യൂഷൻസ് കിട്ടുന്നിടത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിജർ ആയിട്ടുള്ള സൊല്യൂഷൻസ് കിട്ടുന്നിടത്ത് വെച്ച് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു ഇൻഡിജർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ.